കത്തിയോ? ഇല്ല. ഇപ്പൊ കത്തിയോ? ഇല്ല. ബീഫാണോ? അല്ല, സാമ്പാറാ. ഒന്നുകൂടെ കത്തിച്ചേ. ഇല്ല, കത്തുന്നില്ല. അമ്മച്ചി നോമ്പ് തിരിച്ചിട്ടില്ലേ? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി കുഞ്ഞേ. എനിക്കത് ഓർമ്മ കിട്ടിയില്ല. ഇപ്പൊ കത്തി. ദൈവമേ, നിനക്ക് സ്തോത്രം. സാമ്പാർ ശരിയാകുമോ എന്തോ. എന്തായാലും വേണ്ടില്ല എന്റെ കുഞ്ഞേ. ഇനി സിലിണ്ടർ തീരാൻ കാത്തിരിക്കണ്ട കേട്ടോ, എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ പറയാം കേട്ടോ. ഇരിക്കുമ്പോഴേ വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടെന്ന് ഉപ്പും മുളകും വല്ലതും ഉണ്ടോ ആവോ? സാറേ ഒരു മിനിറ്റ് അവിടെ നിന്നേ. ഈ ഫ്ലാറ്റിലുള്ളവരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒന്നിച്ചിടരുതെന്ന്. എന്താ പ്രശ്നം? ഇവിടെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നതല്ല, ഫ്ലാറ്റ് എടുത്ത് വാങ്ങിച്ച് താമസിക്കുന്നതാ. ഇതിങ്ങനെ ഓർഡർ ഇടുന്ന പോലെ പറഞ്ഞാൽ എങ്ങനെയാ? യു ഷുഡ് പേ 500 രൂപ തരാമോന്ന് ചോദിക്കുന്നു. അങ്ങനെ മര്യാദയ്ക്ക് ചോദിക്കണം. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. പ്രസിഡന്റ് ആയ നിങ്ങളായ ഇതിനൊരു സമാധാനം ഉണ്ടാക്കണം. ഇവിടെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ എന്റെ കുട്ടികൾക്ക് മ്യൂസിക് ക്ലാസ് എടുത്തോണ്ടായിരുന്നു ഓൺലൈനായിട്ട്. അത് കട്ടായി. എന്തൊരു ശല്യമായി ഇത്. ഈ പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റും സെപ്പറേറ്റ് ചെയ്യുന്ന സൂപ്പർവിഷൻ ചെയ്യാൻ പറ്റും. നാളെ മുതൽ 100 രൂപീസ് വെച്ച് തരാം. 100 രൂപയെ? അതൊന്നും ശരിയാവില്ല സാർ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഫ്ലാറ്റിന്റെ അസോസിയേഷൻ്റെ ഫണ്ടൊന്നുമില്ല, നമ്മുടെ കയ്യിൽ പൈസയില്ല. ഇവര് തന്നെ പൈസ ഉപയോഗിച്ചിട്ട് വേണം ഇതൊന്ന് പെയിന്റ് അടിക്കാനും ഇവ കാര്യങ്ങൾ നടത്താനും. നടക്കണ്ട നമ്മുടെ കാര്യങ്ങൾ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് പ്രശ്നം? കാര്യം പറയാൻ ഈ വഴി കൂടെ ഉള്ള വണ്ടിയിൽ നിരത്തിട്ട് ഞങ്ങൾക്ക് അകത്തോട്ട് പോകാൻ പറ്റില്ല, പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് പോകണ്ടേ? പുറത്തേക്ക് ഇറങ്ങണ്ടേ? അല്ലെ പോയവർക്ക് തിരിച്ചു വരണ്ടേ? നടക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് നോക്ക്. ഞാൻ ഒരു മിനിറ്റ് ശരിയാക്കാം. ഒരു 2000 രൂപ. ഒരു ദിവസത്തിന് 5000 രൂപ വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് വാടക റോഡിന്റെ. അപ്പൊ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞ ബാക്കിയുള്ള പൈസ കൂടി നിങ്ങൾക്ക് കിട്ടും. അത് ബാക്കിയുള്ളത് ഇവര് തരേം ചെയ്യും. മനസ്സിലായി? ഒരു ദിവസം 5000 രൂപ. 5000 രൂപ മനസ്സിലായി? അല്ല, അതിപ്പം ആവശ്യമുണ്ടല്ലോ. ഈ സാമാനം ഞങ്ങൾ തീർക്കുവാ. അയ്യോ, ഒന്ന് എങ്ങനെയെങ്കിലും അസോസിയേഷന്റെ പരിപാടിക്ക് ഡാൻസിലൊക്കെ എന്റെ പേര് ആ പിള്ളേര് ചേർത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആകപ്പാടെ പേടിയായിട്ട്. ഞങ്ങളല്ലേ കാണുന്നത്. ഒരു പ്രശ്നമില്ല, വരൂ. ഒരു പ്രോബ്ലം ഇല്ല, വരൂ. പ്രിയോ, ആ 1B ഒന്ന് ഷൂട്ടിങ്ങിന് കിട്ടും. അയ്യോ, 1Bയിൽ സ്ത്രീ സീരിയസ് ആയിട്ടിരിക്കും. അതാ. അയ്യോ, അതിലും സീരിയസ് ആണ് ഞാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേക്കാം. അമ്മ പൊക്കോളൂ. ഞാൻ വളരെ സീരിയസ് ആണ്. ചേട്ടൻ ഗർഭിണിയാണോ? അയ്യോ അല്ല, അവിടെ ഗർഭിണിയായ സ്ത്രീയാണുള്ളത്. അതാണ് പ്രശ്നം. അയ്യോ, അതൊന്ന് ശരിയാക്കി തരുമോ? ട്യൂബിലേക്ക് എങ്ങനെ മാറ്റിയിട്ടോ അതെ, ഇവർക്ക് ആ 1Bയിൽ ഷൂട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാവോ? 1Bയിൽ ആൾക്കാരെ 2Bയിലേക്ക് മാറ്റിയിട്ട് 1B ആക്കി കൊടുത്താൽ മതി. മനസ്സിലായോ? ചോദിച്ചു നോക്കാം. ഇവരെന്തെങ്കിലും എമൗണ്ട് വരും, അത് മേടിച്ച് സെറ്റിൽ ചെയ്താൽ മതി. അയ്യോ, അതിനല്ല. ഇവക്കൊരു ചാൻസ് ഇവിടെ ഷൂട്ട് നടക്കല്ലേ, ഇവക്കൊരു ചാൻസ് വാങ്ങിച്ചു കൊടുക്കുക. ഷൂട്ട് നടക്കല്ലേ ഇവക്ക. സാറ് പറഞ്ഞ കേക്കും. സാറ് അവരെ കയറ്റി വിടില്ല കേട്ടോ. വന്നോ? തുപ്പി 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 തുപ്പി. ഇന്നെങ്കിലും ചൂടോടെ ഭക്ഷണം കഴിക്കും. ഇതൊക്കെയാണല്ലോ. സെക്രട്ടറി സ്ഥാനം തല കയറ്റി വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ. എന്ത് ചെയ്യാനാ, തലയിലായി പോയില്ലേ? അതെങ്ങനെ തലയിലെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. പോയി കുളിച്ച് ഡ്രസ് മാറിയിട്ട് വന്നേ. വിനു നിന്ന് ചിണുങ്ങാതെ പോയി കുളിച്ചിട്ട് വന്നേ. എനിക്കിവിടെ സമയമില്ല. എന്താണ്? കുളിപ്പിക്കണോ? ഞാൻ കുളിപ്പിക്കാം. പല്ലേച്ചോ? നന്നായിട്ടുണ്ട്. എൽസൊക്കെ കട്ട് ചെയ്തോ? ഡാൻസ് പഠിച്ചോ? ഡാൻസ് ഒന്ന് കാണിച്ചേ. ഡാൻസ് കാണിക്കാൻ ഒന്നും സമയമില്ല, പോയി കുളിച്ചിട്ട്. കൊച്ചല്ലേ? ഓക്കെ, വേഗം പോയി ഡ്രസ് മാറിയുന്നോ. അച്ഛൻ വന്ന് കുളിപ്പിച്ചുതരാം. ഇവളുടെ പഠിത്തമൊക്കെ എങ്ങനെ? പഠിത്തമൊക്കെ എല്ലാം ഇങ്ങോട്ട് കൊടുത്തേക്കുമല്ലേ. പേരൻസ് തമ്മിലല്ലേ കോമ്പറ്റീഷൻ? അതെ, നിങ്ങളും ഒരു പാരന്റ് ആണ്. നീ ഇതുവരെ കുളിച്ചില്ലേ? ഇന്ന് ഓഫീസിൽ തന്നെ ലേറ്റോ.
കൊച്ചിനൊരു ഫയലും ഒക്കെ കിട്ടില്ല. ആർക്കും വേണ്ടാത്ത എന്തൊക്കെയോ ഓരോ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു നാൾ വരൂ കേട്ടോ. ആ വരും വരും. ഇപ്പൊ തൽക്കാലം കൊച്ചിനെ റെഡിയാക്കും. പ്രിയനു മാത്രം ഞാൻ പോയെടുക്കും. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇന്നലെ കണ്ട പടത്തിൽ നിന്നാണേ, എന്റെ മോളായി ചോദിക്കും. ഈ വെർജിൻ എന്ന് പറഞ്ഞ എന്തുവാ? എന്താ വെർജിൻ എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വലുതാവുന്നവരെ എല്ലാ കാര്യങ്ങളും അച്ഛനമ്മയുടെ സമ്മതത്തോടു കൂടി ചെയ്യുന്നതിനാണ് വേർജിൻ എന്ന് പറയുന്നത് കേട്ടാ. എല്ലാത്തിനും സ്വന്തമായി ഉത്തരവുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഹലോ. ആ ചേച്ചി. കീർത്തി, നീ എവിടെ ഉണ്ട്? ഞാൻ ഫ്ലാറ്റിലുണ്ട്. ഇന്ന് ശ്രീജിത്ത് അവിടെ ഉണ്ടാവുമോ? ആ, ശ്രീജിത്ത് വർക്ക് ഫ്രം ഹോമാ. അല്ല, ഒന്നുമില്ല. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു വൈകിട്ട്. ആ, അത് ശരി. ആ ഹാ ഹാ, ഞങ്ങളിവിടെ തന്നെ കാണും. ആ ഓക്കെ ഡി, എന്നാ വൈകിട്ടാണ്. ആ ശരി ചേച്ചി, ഓക്കെ. അവര് പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയിട്ട് നമ്മൾ ഇതുവരെ ഒന്നും പോയിട്ടില്ല. ഇല്ല, പോയിട്ടില്ല. ശരിയാണ്. ആ, അപ്പൊ പോവാന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് പോവാം. ദൈവത്തെ ഓർത്ത് വേറെ പരിപാടി ഒന്നും പിടിക്കരുത് പ്രിയ. ഇല്ല, നീ എന്താ അങ്ങനെ പറയണം? അവൾ എന്റെ കൂടെ എത്തിയില്ലേ? നമുക്ക് ഇന്ന് എന്തായാലും പോവാം. വെറുതെ പോയാൽ മാത്രം പോരാ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേണം പോവാൻ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരു 2:30 ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങാം. പനമ്പള്ളിയിൽ നിന്ന് കുറച്ച് മെഡിസിൻസ് എടുത്ത് നോക്കാണ്ട് എനിക്ക്. അത് കഴിഞ്ഞ് നേരെ മോളെ പോയി പിക്ക് ചെയ്യാം. അവിടെ നിന്ന് വന്ന് നിന്നെ പിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ ലുലു മോളിൽ പോവാം, ഷോപ്പ് ചെയ്യാം, നേരെ ഫ്ലാറ്റിൽ പോവാം, അവിടെ നിന്ന് ഡിന്നറും കഴിക്കും. അല്ലേ? ഡീസന്റ് ഷെഡ്യൂൾ അല്ലേ? ഡീസന്റ് ഷെഡ്യൂൾ ആണ്, പക്ഷെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ആവരുത്. പിന്നെ നീ എന്ത് ചിരിക്കും? അല്ല, എല്ലാ പ്രാവശ്യവും ഇത് തന്നെയാണ് പറയാറ്. അതുകൊണ്ട് ഇല്ല, ഇത്തവണ നീ എന്തായാലും നോക്കോ, കാര്യങ്ങളൊക്കെ ശരിയാവും കേട്ടോ. പ്രിയേട്ടനും നീനേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അതെ, ചേച്ചീനെ കൊണ്ട് നിന്റെ ജോലിക്കാരൻ റെക്കമെൻഡ് ചെയ്യിപ്പിക്കാനാണെങ്കിലേ അത് വേണ്ട, മനസ്സിലായോ? എനിക്ക് ആരുടെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. ചേച്ചി എന്നെ കാണാനാണ് വരുന്നത്. എനിക്കല്ലാതെ തന്നെ ജോലിക്ക് കയറാൻ അറിയാം. ശരി. ശരി. അമ്മേ. ഹലോ പ്രിയ, നീ അത്യാവശ്യമായിട്ട് ഇവിടെ വരുന്ന വരണം. ആ, എന്താ കാര്യം? മണിമാമനെ തന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. വയ്യാതെ കിടക്കുന്ന ആൾക്കാർ പിന്നെയും ചോദിച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ എന്താ പറയാ? അമ്മ, ഞാനും നീനയും മോളും കൂടി നാളെ മറ്റന്നാളെ അങ്ങോട്ടേക്ക് ഇറങ്ങാം, പോരെ? നീ അതിനൊന്നും നിക്കണ്ട, വേഗം ഇങ്ങോട്ട് പോരെ കേട്ടോ. ആ, ഇന്നത്തെ മീറ്റിംഗിൽ എന്തായാലും അതിനെ പറ്റി സംസാരിക്കായിരിക്കും. ഞാൻ പ്രിപ്പയർഡ് ആണ്. ഒരു കാര്യം, ഞാൻ വന്നേക്കാം. അതെ, മണിമാമന് സുഖമില്ലെന്ന്. അപ്പം ഞാനിനി പനമ്പിളേറി പോയി സ്റ്റോക്ക് എടുത്തിട്ട് വന്നിട്ട് ചാലോടി പോയി മണിമാമനെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും കൊച്ചിനെ പിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, പറ്റില്ല. അപ്പം ഞാൻ നീ പോയിട്ട് പിക്ക്. ഡീസന്റ് ഷെഡ്യൂൾ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി.